Okay, good evening all. Today we are going to discuss about the structure and bonding in organic compounds. The properties of an organic compound mainly depends upon the manner in which the atoms are bonded. എങ്ങനെയാണ് ആറ്റംസ് ബോണ്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ക്യാരക്ടർ. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം സി ഡബിൾ ബോണ്ടഡ് സിസ്റ്റംസ് ഉണ്ട്, സി സിംഗിൾ ബോണ്ടഡ്, സി ട്രിപ്പിൾ ബോണ്ടഡ് ഒക്കെ ഉണ്ട് അല്ലേ. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബോണ്ടിങ് ദ നേച്ചർ മേ വേരി. സോ that is very important to study the geometry, shape and the bonding in the organic compounds. And you know the major element is carbon. Its electronic configuration is 1s2 2s2 2p2. That is 2 electrons in the inner orbital, 4 electron in the outer orbital, that is the valence shell. So it need of 4 electrons. 4 electron ആവശ്യമുണ്ട് അല്ലേ. കാരണം സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയാൽ മാത്രമേ ആ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കുള്ളൂ. ഇന്നർ ഷെല്ലിൽ 2 മതി, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം അല്ലേ. സോ ദാറ്റ് നീഡ് എ 4 ഇലക്ട്രോൺ. ദാറ്റ് ഈസ് വൈ കാർബൺ ഈസ് ടേംഡ് ആസ് ടെട്രാവാലൻറ്റ്. കാർബണിനെ നമ്മൾ ടെട്രാവാലൻറ്റ് ആറ്റം എന്നാണ് പറയുക. കാരണം വാലൻസി മീൻസ് ദ നമ്പർ ഓഫ് ആറ്റംസ് നീഡഡ് ഓർ ദാറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡൊണേറ്റഡ് ടു അറ്റൈൻ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി എത്ര ഇലക്ട്രോണിനെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ കൊടുക്കാം എന്നിട്ട് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആക്കാം. അതിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. സോ കാർബൺ ഈസ് ടെട്രാവാലൻറ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ആൻഡ് യു നോ ഇങ്ങനെ നോക്കൂ, 1s2 2s2 2p2 ആണ്. ഇനി 4 ഇലക്ട്രോൺസ് ആവശ്യമുണ്ട് പറഞ്ഞു വെച്ചാൽ പുറമേ നിന്ന് 4 പേര് ഇങ്ങോട്ട് വരണം. അതായത് 4 ഇലക്ട്രോൺസിനെ കൊടുക്കാൻ കഴിവുള്ള ഒരാൾ കാർബണിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്താൽ bonding. Okay, for example carbon, if it combine with 4 hydrogen, ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ് വിചാരിച്ചോളൂ. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ, CH4 ഫോം ചെയ്യും. അതായത് 4 ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ ഹൈഡ്രജനും നമുക്കറിയാം വാലൻസി കംപ്ലീറ്റ് അല്ല, H1 ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ. സോ ആ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണും കാർബണിൻ്റെ ഇലക്ട്രോണും ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവില്ല. എങ്ങനെയാണല്ലോ നമ്മൾ ബോണ്ടിങ്, മീത്തൈനിലുള്ള ബോണ്ടിങ് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് 2 ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ട് ദാറ്റ് ഈസ് മീത്തൈൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നു അല്ലേ. ഇതാണ് മീത്തൈൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒക്റ്ററ്റ്, കാർബണിനും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആയി, ഹൈഡ്രജന് ഡബ്ലറ്റ് കംപ്ലീറ്റ് ആയിട്ട് അതും സ്റ്റേബിളായി. സോ ദാറ്റ് ഈസ് ദ ബോണ്ട് ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, കാർബണിൻ്റെ അടുത്തേക്ക് ഹൈഡ്രജൻ വരികയാണ് അല്ലെ, 4 ഹൈഡ്രജൻ വരികയാണ്. അങ്ങനെയാണ് ഇവിടെ ബോണ്ടിങ് ഫോം ചെയ്യുന്നത്. ഇനി നോക്കൂ, കാർബൺ ഹാവിങ് 2s2 2p2. 2s ഓർബിറ്റൽ നമുക്കറിയാം സ്ഫെറിക്കൽ ഷേപ്പാണ് എസ് ഓർബിറ്റൽ. അങ്ങനെ 2 എസ് ഓർബിറ്റൽ ഉണ്ട് അല്ലേ. ഓക്കെ, ഒരു എസ് ഓർബിറ്റലാണ്, അതിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ കാർബണിനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് 2p2 മീൻസ് പി ഓർബിറ്റൽസ് 3 തരത്തിലുണ്ട്. px, py, pz. ഇതാണല്ലോ 3 ഓർബിറ്റൽ. ഇത് എസ് ഓർബിറ്റൽസ്, ഇത് പി ഓർബിറ്റൽസ്. ആ 3 അതിൽ 2 എണ്ണത്തിൽ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് 2s2 2p2 എന്ന് പറയുക അല്ലേ നമ്മൾ. ഓക്കെ, ഇനി ഹൈഡ്രജൻ വരികയാണ് ഈ കാർബണിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഹൈഡ്രജൻ വരുമ്പോൾ ഹൈഡ്രജന് കൺഫ്യൂഷൻ ആവും, എസ്സിലേക്ക് പോകണോ പിയിലേക്ക് പോകണോ. കാരണം എങ്ങനെയാണ് ബോണ്ടിങ് വരുന്നത്, ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അല്ലേ. കാരണം ഒന്ന് എസ് ആണ്, പിന്നെ ബാക്കിയുള്ളത് പി ആണ്. അപ്പോൾ ആരുമായിട്ടാണ്, ഏത് ഓർബിറ്റൽ വഴിയാണ് ബോണ്ടിങ് വേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അല്ലെങ്കിൽ ഇതിൻ്റെ എനർജി അല്ല ഇതിനുള്ളത് അല്ലേ. അപ്പോൾ എനർജി ഡിഫറൻസ് ഉണ്ട്, ഷേപ്പ് ഡിഫറൻസ് ഉണ്ട്, സൈസ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ വരുന്ന ആൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഈ കാർബൺ ആറ്റം സ്വയം ഒന്ന് ഒരുങ്ങുന്ന പ്രോസസ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് ടേംഡ് ആസ്, അറിയോ നിങ്ങൾക്ക്, സ്വയം ആറ്റം ഒന്ന് ഒരുങ്ങി നിൽക്കുകയാണ് ബോണ്ടിങ്ങിന് മുന്നേ. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് ടേംഡ് ആസ് ഹൈബ്രിഡൈസേഷൻ. ആറ്റം സ്വയം ഒരുങ്ങി നിൽക്കുക. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് വരുന്ന ആൾക്ക് കൺഫ്യൂഷനൊന്നുമില്ലാതെ സുഖമായിട്ട് ബോണ്ടിങ് നടത്താൻ വേണ്ടി റെഡി ആവുന്ന പ്രോസസ്സാണ് എന്ത്, ഹൈബ്രിഡൈസേഷൻ. ഓർ ഇറ്റ് ക്യാൻ ബി സേ ദാറ്റ് ഹൈബ്രിഡൈസേഷൻ ഈസ് ദി intermixing of atomic orbital. It is the intermixing of atomic orbitals. ഇനി അങ്ങനെ മിക്സ് ചെയ്യണമെങ്കിൽ that orbital must have same or കമ്പയറബിൾ എനർജീസ്. സെയിം ആയിരിക്കാം അല്ലെങ്കിൽ കമ്പയറബിൾ എനർജി. കാരണം 2sനും 2pക്കും കമ്പൈൻ ചെയ്യാം, ബട്ട് നോട്ട് 3s ആൻഡ് 2p. അതായത് ഇവരുടെ എനർജി വ്യത്യാസമുണ്ട്. അപ്പോൾ പക്ഷേ 2sൻ്റെയും 2p എനർജി വ്യത്യാസമുണ്ട്, എന്നാലും കമ്പയറബിളാണ്. പക്ഷേ 3sഉം 2p നല്ല വ്യത്യാസമുണ്ട്. സോ
ഇറ്റ് ഈസ് ദ മിക്സിംഗ് നടക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഇൻ്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഹാവിങ് സെയിം ഓർ കമ്പയറബിൾ എനർജി ടു ഫോം ന്യൂ ഓർബിറ്റൽ, പുതിയ ഓർബിറ്റൽസ് ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദാറ്റ് ആർ ടേംഡ് ആസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. പുതിയ ആൾക്കാരെ നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്നാണ് പറയുക. So, intermixing of atomic orbitals having same or comparable energy to form new orbital. പുതിയ ടൈപ്പ് ഓർബിറ്റൽസ് ആണ് ഉണ്ടാകുന്നത്. ആൻഡ് ദർ ആർ ടേംഡ് ആസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അങ്ങനെ പുതിയതായി ഉണ്ടാക്കുന്നവർക്ക് ഹാവിങ് സെയിം സൈസ്, ഷേപ്പ് ആൻഡ് എനർജി. ഓക്കെ, അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ സൈസ് വ്യത്യാസമായിരുന്നു അല്ലേ. 2sൻ്റെയും 2pൻ്റെയും സൈസ് വ്യത്യാസം ഉണ്ടായിരുന്നു, എനർജിയിൽ സ്വല്പം വ്യത്യാസം ഉണ്ടായിരുന്നു, ഷേപ്പിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ആഫ്റ്റർ ഇൻ്റർമിക്സിംഗ് ന്യൂ ഓർബിറ്റൽസ് were formed and are termed as hybrid orbitals having same size, shape and energy, and that is termed as hybridization. I repeat, it is the intermixing of atomic orbitals having same or comparable energy to form new orbitals termed as hybrid orbitals having same size, shape and energy. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഒരു ബോണ്ടിങ് നടക്കുന്നതിന് മുൻപ് ആറ്റം എന്ത് ചെയ്യും? ഹൈബ്രിഡൈസ് ചെയ്ത് ആറ്റത്തിന് ഓർബിറ്റൽസിനെയൊക്കെ റെഡിയാക്കി നിർത്തും. ഓക്കെ, സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ലൈക്ക് Sp3, Sp2, Sp. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. Just we can check with these organic compounds, and the first one is Sp3 hybridization. Sp3 hybridization പേരിൽ തന്നെയുണ്ട്. ഒരു എസ്സും 3 പിയും ആണ് അവിടെ ഹൈബ്രിഡൈസ് ചെയ്യുന്നത്, എന്നിട്ടാണ് പുതിയ Sp3 ഉണ്ടാവുന്നത്. ഓക്കെ, സോ ജസ്റ്റ് വി ക്യാൻ ചെക്ക് അവർ മെയിൻ എലമെൻറ്റ് കാർബൺ ആൻഡ് ഇസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2 2s2 2p2 എന്നാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ശരിക്കും കുറച്ച് 2pയെ നമുക്ക് വേറെ ടേംസിൽ px py pz എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: 1s2 2s2 2px1 2py1 2pz ഇലക്ട്രോൺ ഇല്ല. ഓക്കെ, ഇതാണല്ലോ കാർബണിൻ്റെ ആക്ച്വൽ ഇലക്ട്രോണിക്. 2p2 എന്ന് പറഞ്ഞാൽ pxലും pyയിലുമാണ് ഇലക്ട്രോണിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ബോക്സ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം ഇതിനെ. അതായത് ബോക്സ് ഫോമിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ഇങ്ങനെ 1s2 2s2 പി ഓർബിറ്റൽസ് 3 തരത്തിലുണ്ട് അല്ലേ, pxഉം pyz. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോക്സിൽ 3 കള്ളി വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെ pxലൊന്നുണ്ട്, pyലൊന്നുണ്ട്, ഇതിലില്ല. ഇതാണ് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്, കാർബൺ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, സോ സാധാരണഗതിയിൽ ഇതാണ് കാർബണിൻ്റെ അവസ്ഥ, 1s2 2s2 2p2. ഓക്കെ, ദെൻ ഈ കാർബൺ ഇനി ഒരുങ്ങാൻ പോവുകയാണ് അല്ലേ, ഹൈബ്രിഡൈസേഷൻ നടക്കുകയാണ്. ആ ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ ആദ്യം സ്വല്പം എനർജി ആവശ്യമുണ്ട്. സോ ദാറ്റ് ഈസ് ടേംഡ് ആസ് കാർബൺ ഇൻ ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. കാർബൺ ഒന്ന് എക്സൈറ്റേഷൻ നടക്കും. എക്സൈറ്റേഷൻ നടക്കുക പറഞ്ഞാൽ വി ആർ പ്രൊവൈഡിങ് ആൻ എനർജി കൊടുക്കുമ്പോൾ ദിസ് ഈസ് 1s 2s, ഇത് 2p ആണ്, 2px 2py 2pz. ഓക്കെ, എക്സൈറ്റേഷൻ നടക്കുമ്പോൾ ഈ 2sലുള്ള ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? 2pയിലേക്ക് ട്രാൻസ്ഫർ ആവും. ഓക്കെ, അതിങ്ങോട്ടേക്ക് എക്സൈറ്റ് ചെയ്യും. സോ കാർബൺ ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് വി ക്യാൻ റെപ്രസെൻറ്റഡ് ആസ് 1s. ഇവരിതൊന്നും അറിയണേ ഇല്ല, കാരണം എക്സൈറ്റേഷൻ എനർജി പറയുന്നത് ഔട്ടർ ഇലക്ട്രോൺസ് മാത്രമാണ് എക്സൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നർ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് അടുത്താണ്, അതായത് ന്യൂക്ലിയസായിട്ട് നല്ല അട്രാക്ഷനിൽ കിടക്കുന്ന ആളെ പെട്ടെന്ന് അവിടുന്ന് മാറ്റാൻ നമുക്ക് സാധിക്കില്ല. സോ 1sൽ ഒരു ഇലക്ട്രോൺ അവിടെ നിൽക്കും, മറ്റേ ഇലക്ട്രോൺ എന്ത് ചെയ്യും? 2pയിലേക്ക് ട്രാൻസ്ഫർ ആവും. ഓക്കെ, സോ 2pയിലേക്ക് അത് ചാടി. സോ ഇപ്പോൾ ഇത് 2p3, 2pxലും 2pyലും 2pzലും ഉണ്ട് അല്ലേ. സോ ദാറ്റ് ഈസ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വെച്ചിട്ടാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുക. സോ ദെൻ there occurs hybridization. കാർബൺ ഇൻ ദി ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ്. കാർബൺ ഹൈബ്രിഡൈസേഷൻ നടത്തും. ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ അങ്ങോട്ട് മിക്സ് ചെയ്യും. ഈ s ഓർബിറ്റലും ഈ 3p ഓർബിറ്റൽസും തമ്മിൽ മിക്സ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഇവരെ മിക്സ് ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുക്കാം.
ഓക്കെ. സോ ദേ ആർ മിക്സിങ്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ആൾക്കാരുണ്ടാവുക. ഇവിടെ 1 2 3 4 പേരാണ് മിക്സ് ചെയ്യുന്നത്. 4 പേര് മിക്സ് ചെയ്താൽ പുതിയ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. 3 പേരാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വിൽ ബി ഫോംഡ്. ഹിയർ 4 orbitals are mixing, 1 s orbital and 3 p orbitals are mixing, and after they are mixing the occurs formation of 4 hybrid orbitals. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 1s2 ഇതൊന്നും അറിയാതെ ഇവിടെ നിൽക്കുന്നു. ദെൻ പുതിയ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കും. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. കാരണം ദേ ഹാവ് സെയിം സൈസ്, സെയിം ഷേപ്പ് ആൻഡ് സെയിം എനർജി. സോ ഇതാണ് ഹൈബ്രിഡ് ഓർബിറ്റ്. അതിനെ അപ്പം നമ്മൾ എസ് എന്നും പി എന്നും ഇവരെ പറയാൻ പാടില്ല. പകരം sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എന്നാണ് ഇവരെ പറയുക. കാരണം ഇവർക്കിപ്പോൾ എസ് ക്യാരക്ടറും ഉണ്ട്, പി ക്യാരക്ടറും ഉണ്ട്. എന്നാൽ മുഴുവനായിട്ട് എസ് ആണോ, മുഴുവനായിട്ട് പി യു അല്ല, എസ്സും അല്ല. സോ ദേ ആർ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. സോ എസും 3 പിയും കമ്പൈൻ ചെയ്ത് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് ഉണ്ടായത്. ഓക്കെ. ഹാവിങ് സെയിം സൈസ്, ഷേപ്പ് ആൻഡ് എനർജി. നമുക്കറിയാം കമ്പൈൻ ചെയ്തത് ഒരു എസ് ഓർബിറ്റലും ഒരു 3 പി ഓർബിറ്റലായിരുന്നു അല്ലേ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ കമ്പൈൻ ചെയ്യാൻ വിചാരിച്ചോളൂ. അപ്പോൾ പുതിയ ഉണ്ടാവുന്ന ആൾക്ക് എസിൻ്റെ ക്യാരക്ടറും ഉണ്ടായിരിക്കും, പിയുടെ ക്യാരക്ടറും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം അവർ. ആ ഓർബിറ്റലിനെ നമുക്ക് ഇങ്ങനെ വരാം. എസിൻ്റെ ക്യാരക്ടറും ഉണ്ട്, പിയുടെ ക്യാരക്ടറും ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ജോയിൻ ചെയ്ത് 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ദേ വിൽ ഓറിയൻറ്റ് ഇൻ സ്പേസ് വിത്ത് മിനിമം റിപ്പൾഷൻ. ഈ ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ ഉണ്ടല്ലോ. അപ്പോൾ അവർ ഒരു മിനിമം റിപ്പൾഷൻ വരുന്ന രീതിയിലാണ് സ്പേസിൽ ഓറിയൻറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ. അപ്പോൾ 2 പേരാണെങ്കിൽ ഓറിയൻറ്റ് ചെയ്യാനുള്ള എളുപ്പം എങ്ങനെയാണ്? ഇങ്ങനെ നിന്നാൽ മതി അല്ലേ. അതായത് ലീനിയറായിട്ട് ഇങ്ങനെ രണ്ട് ഇതായിട്ട് ഇങ്ങനെ ലീനിയറായി നിന്ന് കഴിഞ്ഞാൽ മിനിമം റിപ്പൾഷൻ വരും. 3 പേരാണെങ്കിൽ ഇങ്ങനെ നിൽക്കാം. ഇതാണ് ഏറ്റവും നല്ലത് അല്ലേ, 120 ആംഗിൾ. 4 പേരായി നിൽക്കണമെങ്കിൽ ആൻഡ് ഇറ്റ് ഈസ് ദ ബെറ്റർ വേ to adopt tetrahedral shape. So ഇങ്ങനെ ഹൈബ്രിഡൈസ് ചെയ്ത 4 പേര് they will orient in space such a way that they will experience minimum repulsion വരുന്ന രീതിയിലാണ് അവർ സ്പേസിൽ ഓറിയൻറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്യുന്നു. സോ ഇതൊരു sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് സ്പേസിൽ നിൽക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇത് കാർബൺ ആണ്, അതിൻ്റെ ഒരു ഓർബിറ്റൽ, അടുത്ത ഓർബിറ്റൽ. ഓക്കെ. അതിൻ്റെ ഒരു sp3, അടുത്ത sp3, അതിലെല്ലാത്തിലും ഓരോ ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത്. ഇതാണ് ഹൈബ്രിഡൈസ് ചെയ്ത കാർബണിൻ്റെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിനെയാണ് ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ. മൊത്തം 4 എണ്ണമുള്ളൂ ഇതിൽ. ഓക്കെ. സോ ഹൈബ്രിഡൈസ് ചെയ്ത് നോക്കുന്നു. ഇനി ഹൈഡ്രജന് ധൈര്യമായിട്ട് വരാം. കാരണം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇയാളും ഇവരെല്ലാവരും ഒരുപോലെയാണ് അല്ലേ. നേരത്തെ കൺഫ്യൂഷൻ ഇല്ലേ, എസിലേക്ക് വേണോ പിയിലേക്ക് വേണോ എന്ന്. അപ്പോൾ ഹൈഡ്രജൻ വരും. ഹൈഡ്രജൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്രയാണ്? 1s എസ് ഓർബിറ്റിലാണ് വരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ എസ് ഓർബിറ്റിൽ ഇവിടെ വന്ന് കമ്പൈൻ ചെയ്യും, അതിൻ്റെ ഒരു ഇലക്ട്രോൺ. ഓക്കെ. അടുത്ത ഹൈഡ്രജൻ ഇവിടെ വന്ന് നിൽക്കും, അയാളുടെ ഒരു ഇലക്ട്രോൺ. അടുത്ത ഹൈഡ്രജൻ ഇവിടെ വന്ന് നിൽക്കും, അതിൻ്റെ ഇലക്ട്രോൺ. അടുത്ത ഹൈഡ്രജൻ ഇവിടെ വരും. ഓക്കെ. സോ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഇത് കാർബണിൻ്റെ ഇലക്ട്രോൺ, ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ. കാർബൺ ഹൈഡ്രജൻ, കാർബൺ ഹൈഡ്രജൻ, കാർബൺ ഹൈഡ്രജൻ. സോ ഒരു കോവാലൻ ബോണ്ട് ഫോം ചെയ്തു. മോളിക്യൂളിന് ഒരു സ്ട്രക്ചർ കിട്ടി, ദാറ്റ് ഈസ് ടെട്രാഹിഡ്രൽ സ്ട്രക്ചർ കിട്ടി. ഓക്കെ. സോ ദിസ് പ്രോസസ് ഇസ് ടേംഡ് ആസ് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ. സോ ഇത് ഏത് ഓർബിറ്റലാണ്? sp3 ഓർബിറ്റൽ. ഇത് എസ് ഓർബിറ്റൽ. സോ വി ഹാവ് sp3 എസ് സിഗ്മ ബോണ്ടിങ് എന്നതിനെ പറയാം. അതായത് ആക്സിയൽ ഓവർലാപ്പിങ്. ഇങ്ങനെ ആക്സിയലായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിഗ്മ ബോണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ആക്സിസിലൂടെ ഓവർലാപ്പ് ചെയ്യുന്നതാണ് സിഗ്മ ബോണ്ട്. അപ്പോൾ ഇത് sp3s സിഗ്മ ബോണ്ട്, ഇതൊരു sp3s സിഗ്മ ബോണ്ട്. sp3 എന്ന് പറയുന്നത് കാർബണിൻ്റെ, എസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ. സോ 4 sp3. അപ്പോൾ ഈ ബോണ്ട് എന്താണ്? sp3s. അപ്പോൾ നോക്കൂ, 4ഉം ഒരേപോലത്തെ ബോണ്ടിങ് ആണ്. അപ്പോൾ അതാണ് sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. sp3s സിഗ്മ ബോണ്ടാണ് വരുന്നത്. ആൻഡ് ഈ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോണ്ട് ടു ബി 109°28' ആണ്. ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറിൻ്റെ ബോണ്ട് ആംഗിൾ 109°28' ആണ്. സോ CH4 ഈസ് sp3 ഹൈബ്രിഡൈസേഷൻ. സോ ഓൾ ആൽക്കെയിൻസ് ആർ, ഏതൊരു ആൽക്കെയിൻസ് എടുക്കുകയാണെങ്കിലും ഓൾ കാർബൺ ആറ്റംസ് ആർ sp3 ഹൈബ്രിഡ്. ഇനിയിപ്പോൾ ഈത്തൈൻ ആണ് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും?
ഇവിടെ ഈ ഒരു ഹൈഡ്രജന് പകരം ഇവിടെ ആരായിരിക്കും? കാർബൺ ആയിരിക്കും. ആ കാർബൺ അടുത്ത ഹൈഡ്രജൻസുമായിട്ട് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് നിൽക്കും. അപ്പോൾ എല്ലാവരും ഏതൊരു കാർബണും sp3 ഹൈബ്രിഡൈസ്ഡ് ആണ് ഇൻ ആൽക്കെയിൻസ്. സോ ആൽക്കെയിൻസ് ഹാവിങ് sp3 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് വിത്ത് sp2 ഹൈബ്രിഡൈസേഷൻ. sp2 ഹൈബ്രിഡൈസേഷൻ അപ്പോൾ പേരിൽ തന്നെയുണ്ട് എന്താണ്? ഒരു എസ്സും 2 പിയും ആണ് ഇവിടെ കമ്പൈൻ ചെയ്യാൻ പോകുന്നത് അല്ലേ? ഓക്കെ, സോ ജസ്റ്റ് വി ക്യാൻ ചെക്ക് കാർബണിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം 1s2 2s2 2p2 അല്ലേ? 1s2 2s2 2p2. Carbon in the excited state that can be represented as 1s2 2s1 2px1 2py1 2p1. that is in the excited state. Okay, ini we are checking the sp2 hybridization. sp2 hybridization എന്ന് പറയുമ്പോൾ ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലും ആണ് ഇവിടെ ഹൈബ്രിഡൈസ് ചെയ്യാൻ പോകുന്നത്, മിക്സ് ചെയ്യാൻ പോകുന്നത്. ഈ പീനെ അവർ കൂട്ടുന്നില്ല, ഈ പി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ആരാണ്? 2pz ഇവിടെ നിൽക്കുകയാണ്. 2pxും 2pyയും എസ്സും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. സോ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ആഫ്റ്റർ ഹൈബ്രിഡൈസേഷൻ 1s2 പറയും. ദെൻ sp2 ഒരു എസ്സും 3 പിയും കമ്പൈൻ ചെയ്ത് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ട്. ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ആൻഡ് വി ഹാവ് ദിസ് അൺഹൈബ്രിഡൈസ്ഡ് 2pz. ഇത് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ് കേട്ടോ. സോ ദാറ്റ് ഈസ് sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ 3 പേര് കമ്പൈൻ ചെയ്ത് ഇത് sp2 ഓർബിറ്റൽസ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ sp2 ഓർബിറ്റൽസ് ഈ 3 പേരുണ്ടായി. ദേ ഹാവ് സെയിം സൈസ്, സെയിം ഷേപ്പ് ആൻഡ് സെയിം എനർജി. ഇനി അവർക്ക് ഈ 3 പേർക്ക് റിപ്പൽഷൻ ഇല്ലാതെ വൃത്തിയിൽ നമ്മളുടെ സ്പേസിൽ നിൽക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് ട്രയഗണൽ പ്ലാനാർ പൊസിഷൻ. അതിനെ നമ്മൾ പറയുക ട്രയഗണൽ പ്ലാനാർ. ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ നിൽക്കുകയാണെങ്കിൽ ദേ ഫീൽ മിനിമം റിപ്പൽഷൻ, അതായത് ഇങ്ങനെ നിൽക്കുക അല്ലേ? സോ ഇഫ് ദേ ആർ ഓറിയൻറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ വിൽ എക്സ്പീരിയൻസ് മിനിമം റിപ്പൽഷൻ, ദാറ്റ് ഈസ് ട്രയാഗണൽ പ്ലാനാർ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഒരു എസ്സും 2 പിയും ആണ് കമ്പൈൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവരെങ്ങനെയാണ് നിൽക്കുക? സ്പേസിൽ ഒരു ട്രയാഗണൽ പ്ലാനാർ സ്ട്രക്ചറായിട്ടാണ് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിൽക്കും. എസ് ക്യാരക്ടറും ഉണ്ട്, പി ക്യാരക്ടറും ഉണ്ട്. ഓക്കെ, ദെൻ എസ് ക്യാരക്ടറുണ്ട്, പി ക്യാരക്ടറുണ്ട്. എസ് ക്യാരക്ടർ ആൻഡ് പി ക്യാരക്ടർ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ട്രയാഗണൽ പ്ലാനാർ സ്ട്രക്ചർ. ഈ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി. ഇവരെല്ലാവരും ഓരോ ഇലക്ട്രോൺസ് ഉണ്ട്. അതാണ് sp2 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ആംഗിൾ 120 ആണ്. കുറച്ചുകൂടി ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ കുറച്ചുകൂടി 109 ആണ്. അപ്പോൾ കാരണം ഇവിടെ 4 ഓർബിറ്റൽസ് ഉണ്ട്. ഇവിടെ 3 ആയപ്പോൾ ആംഗിൾ ഈസ് 120 ഡിഗ്രി. സോ ഇങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇത് എസ്സും അല്ല പിയും അല്ല, എന്നാൽ എസ് ക്യാരക്ടറും ഉണ്ട്, പി ക്യാരക്ടറും ഉണ്ട്. ന്യൂ ഓർബിറ്റൽസ് ആർ ടേംഡ് sp2 hybridized orbital. They will orient in space such a way that they will experience minimum repulsion in trigonal planar structure ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. So just we can check one organic compound with the sp2 hybridization. Examples: alkenes. Alkenes-ൽ sp2 hybridization ആണുള്ളത്. ആൽക്കീൻ, സിംപ്ലസ്റ്റ് ആൽക്കീൻ പറയൂ. CH2 ഡബിൾ ബോണ്ട് CS2. ഇതാണ് അല്ലേ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആൽക്കീൻ. ഇത്തീൻ അല്ലെങ്കിൽ എത്തിലീൻ എന്ന് പറയും. ഇത്തീൻ അല്ലെങ്കിൽ എത്തിലിൻ മോളിക്യൂൾ. ഓക്കെ, സോ ഇൻ എത്തിലിൻ മോളിക്യൂൾ ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ് ദ ബോണ്ടിങ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഹിയർ വി ഹാവ് ദ കാർബൺ. ഒരു കാർബൺ ഇവിടെയുണ്ട്, അടുത്ത കാർബൺ ഇവിടെയുണ്ട്. ഓക്കെ, ദെൻ ദേ ഹാവ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. ഹൈബ്രിഡൈസ്ഡ് എന്ന് പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഇല്ലേ, ഇതാണ് ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. 1 2 3 sp2. ഇതെല്ലാം sp2 ആണ് കേട്ടോ. ഇതൊരു sp2, ഇതടുത്ത sp2. ദെൻ ഇയാൾക്കും ഉണ്ടാവുമല്ലോ ഒരു sp2. ആ sp2ഉം ഈ sp2ഉം തമ്മിൽ കമ്പൈൻ ചെയ്യും. ദെൻ അടുത്ത sp2. സോ ദീസ് ആർ ദ sp2 ഓർബിറ്റൽസ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്കറിയാം ഇതിലൊരു ഇലക്ട്രോൺ ഉണ്ട്, മറ്റേയാളുടെ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, സോ അതിനെ നമുക്കപ്പോൾ ഇവിടെ C ഉണ്ട്, അടുത്ത C അടുത്തുണ്ട്. ഇങ്ങനെ sp2 ഒരു സിഗ്മ ബോണ്ട് ഇവിടെ ഫോം ചെയ്തു. വാട്ട് ഈസ് ദിസ് സിഗ്മ ബോണ്ട്? sp2 സിഗ്മ ബോണ്ട്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ
ഒരു sp ഓർബിറ്റൽ ഉണ്ട് കണ്ടെയ്നിങ് 1 ഇലക്ട്രോൺ, വേറെ ഇലക്ട്രോൺ, ഇതിലും ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇതിലൊരു ഇലക്ട്രോൺ ഉണ്ട്. ഹൈഡ്രജൻ വരാൻ പറയും, ഹൈഡ്രജനോട് വന്നിട്ട് ഇവിടെ കമ്പൈൻ ചെയ്തു. എല്ലാ സൈഡിലും ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യും വിത്ത് ഇറ്റ്സ് 1 ഇലക്ട്രോൺ. സോ ഈച്ച് ഹൈഡ്രജൻ ഹാവിങ് 1 ഇലക്ട്രോൺ. ഓരോ ഹൈഡ്രജനിലും ഓരോ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. സോ അതും എല്ലാം ഇവിടെ നിൽക്കും. സോ എന്ത് സംഭവിച്ചു? ഇതൊരു ഹൈഡ്രജനായിട്ട് ഇവിടെ കമ്പൈൻ ചെയ്തു, ഇവിടെ ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്തു, ഇങ്ങനെയും കിട്ടി. അപ്പോൾ എല്ലാ സോ ഇത് ഏത് ബോണ്ടാണ് പറയൂ? sp2 s സിഗ്മ ബോണ്ട്. കാരണം ഹൈഡ്രജൻ്റെ s ഓർബിറ്റലാണ്, അതായത് ഹൈബ്രിഡൈസ് ചെയ്യാത്ത ഓർബിറ്റൽ. sp2s 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 sp2s. ഇത് sp2 കാർബണിൻ്റെ sp2, ഇയാളുടെ sp2. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എല്ലാം നമ്മൾ യൂസ് ചെയ്തു. ഇനി നമുക്കറിയാം ഒരു 2pz ഇവിടെ വെറുതെ കിടക്കുന്നുണ്ട് അല്ലേ. അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 2pz ഉണ്ട്. അതെങ്ങനെയാ വെച്ചാൽ ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എല്ലാം ഈ പ്ലെയിനിലാണ് കിടക്കുന്നത്. ട്രയഗണൽ പ്ലാനാർ എന്ന് പറഞ്ഞാൽ തന്നെ പ്ലെയിനിലാണ്. ഇനി മറ്റേ ഓർബിറ്റൽസ് എങ്ങനെയാണ് നിൽക്കുന്നത് വെച്ചാൽ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ, അതായത് ഇങ്ങോട്ടേക്കും ഈ ബുക്കിൻ്റെ താഴത്തേക്കും വിചാരിക്കും. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ ഒരു 2 ഡയമെൻഷനിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ. ഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ഈ കാർബണിൻ്റെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഈ കാർബണിൻ്റെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതായത് ഇത് ഹൈബ്രിഡൈസ് ചെയ്യാത്ത 2pzലാണ്. അതിൽ ഓരോന്നിലും ഓരോ ഇലക്ട്രോണും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. പിന്നെ അൺഹൈബ്രിഡൈസ്ഡ് pz ഓർബിറ്റലാണ്. ഇത് ഹൈബ്രിഡൈസേഷൻ നടക്കാത്ത ഓർബിറ്റലാണ്. അപ്പോൾ അതെങ്ങനെയാണ്? ഇത് നമ്മൾ പ്ലെയിനിലാണ്, ഈ കാർബണും ഹൈഡ്രജനും പ്ലെയിനിൽ കിടക്കുന്നു. അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഇതിന് പെർപെൻഡിക്കുലർ, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് എബോവ് ആൻഡ് ബിലോ പ്ലെയിൻ. അതിന് നമുക്ക് ഇങ്ങനെയല്ലേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് വന്നു വെച്ചാൽ ദ റൊക്കേഴ്സ് എ ലാറ്ററൽ ഓവർലാപ്പിംഗ്, അതായത് ഇവരിങ്ങനെ സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യും. അതിനെ നമ്മൾ സിഗ്മ പൈ ബോണ്ട് എന്നാണ് പറയുക. ആൻഡ് വാട്ട് ഈസ് ദിസ്? 2pz pi bond ഫോം ചെയ്തു. സോ വി ഹാവ് ദ എത്തിലൻ മോളിക്യൂൾ C ഡബിൾ ബോണ്ട് C H H H H. സോ ഇറ്റ് കണ്ടെയ്ൻസ്, ഇതെല്ലാം സിഗ്മ ബോണ്ടാണ്. ഓക്കെ, ഇതിലത്തെ ഒന്ന് സിഗ്മയാണ്, അടുത്തത് ഏതാണ്? പൈ ആണ്. അതാണ് എത്തിലൻ മോളിക്യൂൾ. സോ എത്തിലൻ മോളിക്യൂളിലുള്ള ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസേഷനാണ്. നെക്സ്റ്റ് മെമ്പർ നമ്മൾ CH3 CH ഡബിൾ ബോണ്ട് CH2 പ്രൊപ്പീൻ എടുക്കുകയാണെങ്കിൽ ഡബിൾ ബോണ്ടഡ് കാർബൺ എപ്പോഴും sp2 ആയിരിക്കും. സോ ദിസ് കാർബൺ ഈസ് sp2, ദിസ് കാർബൺ ഈസ് sp2. വാട്ട് അബൌട്ട് ദിസ് കാർബൺ? ഇതിൽ ഡബിൾ ബോണ്ട് ഇല്ലാത്തതാണ്. സോ ദാറ്റ് മസ്റ്റ് ബി sp3 ആയിരിക്കണം. അപ്പോൾ സിംഗിൾ ബോണ്ടഡ് കാർബൺ എല്ലാം sp3 ആയിരിക്കും, ഡബിൾ ബോണ്ടഡ് കാർബൺസ് എപ്പോഴും sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. സോ ആക്സിയൽ ഓവർലാപ്പിങ്ങിനെയാണ് നമ്മൾ സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത്. ലാറ്ററൽ ഒരു സൈഡ് വൈസിൽ ഓവർലാപ്പ് ചെയ്യുന്നതിനെ നമ്മൾ പൈ ബോണ്ട് എന്ന് പറയുന്നത്. സിഗ്മ ബോണ്ട് ഈസ് ഓൾവേസ് സ്ട്രോങ്ങർ ദാൻ പൈ ബോണ്ട്. ഓക്കെ, ദെൻ ഒരു പൈ ബോണ്ട് വരണമെങ്കിൽ അവിടെ ഒരു സിഗ്മ ബോണ്ട് വരണം, എന്നാൽ മാത്രമേ വെറും പൈക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ആൽക്കീൻ ഡബിൾ ബോണ്ടഡ് സിസ്റ്റം എവിടെയുണ്ടോ ദ ബോണ്ടിങ് ഈസ് sp2, ഹൈബ്രിഡൈസേഷൻ ഈസ് sp2. ഡബിൾ ബോണ്ടഡ് കാർബൺ ഉണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി sp2 കാർബൺ. ഓൾ അതർ കാർബൺസ് ആർ sp3 കാർബൺ. നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് sp ഹൈബ്രിഡൈസേഷൻ. പേരിൽ തന്നെ ഉണ്ട്, ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലുമാണ് കമ്പൈൻ ചെയ്യുന്നത്. ഞാൻ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. കാർബണിന് എക്സൈറ്റഡ് സ്റ്റേറ്റ് വാട്ട് ഈസ് 1s2 2s1. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ എല്ലാം എഴുതും കേട്ടോ. 2px1 2py1 2p7 ഇതാണല്ലോ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ദെൻ ഇറ്റ് ഈസ് ഗോയിങ് ടുവാർഡ് xp ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ ഒരു എസും ഒരു പിയും മാത്രമാണ് ഹൈബ്രിഡൈസ് ചെയ്യുന്നത്. നോക്കൂ, ഇത് മാത്രമാണ് ഹൈബ്രിഡൈസ് ചെയ്യുന്നത്, ബാക്കി ഇത് രണ്ടും ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ വി ഹാവ് ആഫ്റ്റർ ഹൈബ്രിഡൈസേഷൻ 1s2 ആൻഡ് വി ഹാവ് 2 sp ഓർബിറ്റൽസ്. sp, ദിസ് ഈസ് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ആൻഡ് വി ഹാവ് 1 2pyയും 1 2pz. ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ ഉണ്ട്. സോ ദിസ് ഈസ് ദ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഇനി ഓർബിറ്റലിൻ്റെ പ്രത്യേകത എന്താണ്? that is having both the s and p a character and same sides shape എനർജി ആയിരിക്കും അല്ലേ. ആൻഡ് അപ്പോൾ ആ രണ്ട് പേർക്ക് മിനിമം റിപ്പൾഷനിൽ നിൽക്കാനുള്ള ഏറ്റവും നല്ലൊരു പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ലീനിയറായി നിൽക്കുക അല്ലേ. രണ്ട് പേരും ഇങ്ങനെ
ലീനിയറായി നിൽക്കുക. സോ ദിസ് ഇസ് ദ sp ഹൈബ്രിഡ്. അപ്പോൾ sp ഉള്ളവരെല്ലാം ലീനിയർ ആയിട്ടായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ. sp3 ആണെങ്കിൽ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും. sp3 കാർബണിന് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ, sp2 കാർബണിന് ട്രയാഗണൽ പ്ലാനാർ സ്ട്രക്ചർ, sp കാർബണിന് ലീനിയർ സ്ട്രക്ചർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് അബൌട്ട് sp ഹൈബ്രിഡൈസേഷൻ. ഒരു എസും ഒരു പിയും. ബാക്കി നമുക്ക് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് 2pyയും 2pz ഉള്ളത്. Organic compounds with sp hybridizations are alkynes. For example, consider ethyne molecule അല്ലെങ്കിൽ acetylene എന്ന് പറയും അല്ലേ നമ്മൾ, ethyne molecule or acetylene. So we have one carbon. ആ കാർബണിന് ഒരു sp hybridized orbit. ഓക്കെ, sp hybridized orbit എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലീനിയർ ആയി കിടക്കുന്നുണ്ടായിരിക്കും. അടുത്ത കാർബൺ, അതിൻ്റെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ sp. ഇതാണല്ലോ 2 sp, ഇതൊന്ന്. ഓക്കെ, ഇതെല്ലാം sp ആണ്. ഓക്കെ, ഇത് ഒരാളുടെ, ഇത് മറ്റേ ആളുടെ. ദെൻ ഇത് വേറൊരു, ഓരോന്നിലും ഓരോ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. സോ വാട്ട് വിൽ ഹാപ്പൻ? ഹൈഡ്രജൻ ഇവിടെ കോമ്പിനേഷൻ വരും, ആ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ ഇവിടെയും ഹൈഡ്രജൻ കോമ്പിനേഷൻ വരും, ഈ ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് എങ്ങനെ? ആദ്യം C സിഗ്മ ബോണ്ട്, ഹെഡ് sp സിഗ്മ ബോണ്ട്. ദിസ് ഈസ് sp സിഗ്മ ബോണ്ട്. ഇവിടെ ഹൈഡ്രജനുമായിട്ട് sp s സിഗ്മ ബോണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജനുമായിട്ട് sp s സിഗ്മ. അപ്പോൾ ഇതാണ് sp ഹൈബ്രിഡൈസേഷൻ. ഇനി നമുക്കറിയാം ദാറ്റ് കണ്ടെയ്ൻ 2 അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ. അങ്ങനെ പെർപെൻഡിക്കുലർ, രണ്ടും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്, ഓൾസോ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ. അപ്പോൾ ഇങ്ങനെയാണ് അവർ നിൽക്കുന്നത്. ഇയാളുടെ 2 എണ്ണം ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ 2 എണ്ണം ഉണ്ടല്ലോ, 2pz 2pz or 2py 2py. Okay, so sigma bond ഇങ്ങനെ ഫോം ചെയ്തു. സോ ഇഫ് ദർ ഈസ് സച്ച് എ പൊസിഷൻ, ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഓവർലാപ്പിംഗ്. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഈസ് ഓൾസോ പോസിബിൾ. സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പിംഗ്. സോ ഈ ഒരു ബോണ്ടിങ് വഴി ഇതിനെ നമ്മൾ സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഒരു സിഗ്മ, ഒരു പൈ ബോണ്ട് ഉണ്ടായി. ദെൻ ഇവ തമ്മിലും സൈഡ് വൈസ് ഓവർലാപ്പ് ഉണ്ടായപ്പോൾ ഒരു സിഗ്മ പൈ ബോണ്ട് കൂടി. സോ 2 പൈ ബോണ്ട്. സോ വി ഹാവ് ദ കോമ്പൗണ്ട് C ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, എന്നാൽ ഇനി പറയൂ, ഇത് സിഗ്മയാണ്, ഇതും സിഗ്മയാണ്, ഇതും സിഗ്മയാണ്. ആൻഡ് ദർ ആർ 2 പൈ ബോണ്ട്സ്. ഓക്കെ, പൈ ബോണ്ട്സ് ഉണ്ടാവണമെങ്കിൽ എപ്പോഴും ഒരു സിഗ്മ ഉണ്ടായിരിക്കണം. ഒരു സിഗ്മയാണ് ഉണ്ടാവുള്ളൂ, C 2. അപ്പോൾ ഒരു സിഗ്മ, ബാക്കി 2 പൈ ബോണ്ട്. ഇനി ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp, ഇയാളുടെ sp. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നമ്മൾ sp3 ദാറ്റ് ഈസ് കോമൺ ഫോർ ആൽക്കെയിൻസ്, sp2 ഫോർ ആൽക്കീൻസ്, sp ഫോർ ആൽക്കൈൻസ്. സോ ടീച്ചർ ഒരു എക്സാമ്പിൾ എഴുതാം, നിങ്ങൾ ഏതൊക്കെയാണെന്ന് പറയണം. CH3 CH2 C ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH C ട്രിപ്പിൾ ബോണ്ട് CH. ഇന്ന് ഓരോ കാർബൺ ഏതാന്ന് പറയൂ നിങ്ങൾ. ഈ കാർബൺ ഏതായിരിക്കും? ഏത് ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിരിക്കും? sp കാർബൺ. ഗുഡ്. ദിസ് വൺ ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ, sp കാർബൺ. ദിസ് sp2 കാർബൺ. ദിസ് വൺ sp2 കാർബൺ. ദിസ് വൺ 2 ഡബിൾ ബോണ്ട് ഒന്നുമില്ല, വെറും സിംഗിൾ ബോണ്ട്, sp3 കാർബൺ ആണ്. ആൻഡ് ദിസ് വൺ sp3 കാർബൺ. അപ്പോൾ ഏത് തന്നാലും നിങ്ങൾ എഴുതണം കേട്ടോ. എന്നാൽ ടീച്ചർ വേറൊരു എക്സാമ്പിൾ തരാം, തനിയെ എഴുതും. CS2 CS2 CH3 CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH. ഇതിലുള്ള എല്ലാവരും ഏത് കാർബണാണ്, ഏതാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് നിങ്ങൾ എഴുതും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഹൈബ്രിഡൈസേഷൻ മനസ്സിലായില്ലേ? ഇൻ്റർമിക്സ് ചെയ്തിട്ട് ന്യൂ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ദേ ഹാവ് സെയിം സൈസ് ആൻഡ് എനർജി. എന്നിട്ട് അവരൊന്ന് ഓറിയൻറ്റ് ചെയ്ത് നിൽക്കും, റെഡിയായി നിൽക്കും ഇലക്ട്രോണിനെയും കൊണ്ട്. അവിടേക്കാണ് നമ്മളുടെ ഗസ്റ്റുകൾ വരിക അല്ലേ, ഹൈഡ്രജനോ മറ്റു കാർബണോ ഒക്കെ വന്നിട്ട് കമ്പൈൻ ചെയ്തിട്ട്. ആൽക്കെയിൻസ് sp3, ആൽക്കീൻസ് sp2, ആൽക്കൈൻസ് sp3. ഇനി സിംഗിൾ ബോണ്ടഡ് കാർബൺ ആണെങ്കിൽ ബോണ്ട് ലെങ്ത്ത് 1.54 ആങ്സ്ട്രം ആയിരിക്കും. ഡബിൾ ബോണ്ടഡ് കാർബണിൽ 1.34 ആങ്സ്ട്രം ആയിരിക്കും. ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ലെങ്ത്ത് 1.2 ആങ്സ്ട്രം ആയിരിക്കും. സ്ട്രോങ് ആയി വരിക, ട്രിപ്പിൾ ബോണ്ട് തന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആയി അല്ലേ, അപ്പോൾ ബോണ്ട് ലെങ്ത്ത് കുറഞ്ഞു വരും. ഇതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം.
Next we can check the fundamental concepts of organic reaction mechanism. ഒരു റിയാക്ഷൻ എഴുതുമ്പോൾ നമുക്കറിയാം യൂഷ്വലി ഇൻ ആൻ ഓർഗാനിക് റിയാക്ഷൻ സബ്സ്ട്രേറ്റ് റിയാക്ട് വിത്ത് എ റിയേജൻറ്റ്, ഒരു റിയേജൻറ്റ് ഉണ്ടാവും ടു ഫോം ദി പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടായിരിക്കും, ദർ ഈസ് എ റിയേജൻറ്റ് ടു ഫോം പ്രോഡക്റ്റ്. ഇനി നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ട ഒരു ഇതുണ്ട്, ദാറ്റ് ഈസ് കർവ്ഡ് ആരോ ഫോർമാലിസം. നമ്മൾ ആരോ വെച്ചിട്ടാണ് എപ്പോഴും ഓർഗാനിക് റിയാക്ഷൻസ്, കർവ്ഡ് ആരോ ഫോർമാലിസം, ആരോസ് വെച്ചിട്ടാണ് നമ്മൾ റിയാക്ഷൻസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ വി ഹാവ് 2 ടൈപ്സ് ഓഫ് ആരോ. ഇങ്ങനെ ഒരു ആരോ ഉണ്ട്, ഫുൾ ഹെഡ് ആരോ ആൻഡ് ഹാഫ് ഹെഡ് ആരോ. ഓക്കെ, ഫുൾ ഹെഡ് ആരോ മീൻസ് മൂവ്മെൻറ്റ് ഓഫ് 2 ഇലക്ട്രോൺ. ഒരു ആറ്റത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഫുൾ ഹെഡ് ആരോ കൊടുത്തു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ നിന്ന് 2 ഇലക്ട്രോൺ പോകുന്നു. ഓക്കെ, എന്നിട്ട് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അതിനെ നമ്മൾ ടെയില്, സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തിന് ടെയില്, എവിടെ പോയി ചെന്ന് അവസാനിക്കുന്നു ഹെഡ് എന്ന് പറയും. സോ മൂവ്മെൻറ്റ് ഓഫ് 2 ഇലക്ട്രോൺ ഇസ് റെപ്രസെൻറ്റഡ് ആസ് എ ഡബിൾ ഹെഡഡ് ആരോ. ഓക്കെ, ഇവിടെ ഒരു സിംഗിൾ ഹെഡ് ഉള്ളെങ്കിൽ ദാറ്റ് മീഡ് ദാറ്റ് ഇലക്ട്രോൺ മൂവ്മെൻറ്റ് ഓഫ് ഒരു ഇലക്ട്രോൺ മാത്രമാണ് മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. സോ വാട്ട് ഈസ് ദ അപ്ലിക്കേഷൻ? ഫസ്റ്റ് വി ക്യാൻ യൂസ് ദിസ് കർവ്ഡ് ആരോ ഫോർമാലിസം ടു റൈസ് ദ റെസൊണൻസ് സ്ട്രക്ചേഴ്സ്. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, റെസൊണൻസ് സ്ട്രക്ചേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാം. ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചത് ബെൻസീൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആയിരിക്കണം. ഓക്കെ, ബെൻസീൻ എന്നുള്ള മോളിക്യൂൾ ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കൂ, ഇതിലെല്ലാം sp2 കാർബണാണ് അല്ലേ. നോക്കൂ, ഇത് എല്ലാം sp2 കാർബണാണ്. ഓക്കെ, സോ ഇനി റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് നമ്മൾ വരച്ച, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് ബോണ്ട് വിൽ ഷിഫ്റ്റഡ് ടു ഹിയർ, this will shifted to here, this will shifted to here. അപ്പോൾ ദെൻ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് 2 ഇലക്ട്രോൺസ് ആണ് കേട്ടോ. ഒരു ലൈൻ മൂവ് ചെയ്യുക പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. സോ ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ് ദ റെസൊനേറ്റ് സ്ട്രക്ചർ? ആഫ്റ്റർ ദ സ്ട്രക്ചർ വി ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്. ഇവിടെ നിന്ന് പോയി, അപ്പോൾ പിന്നെ അത് അവിടെ ബ്ലാങ്ക് ആയിരിക്കും. ഇത് ഇവിടെ വന്നു എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്തു. സോ ഇവിടെ പുതിയ ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ബോണ്ട് ഫോം ചെയ്തു അല്ലേ. സോ ഇങ്ങനെ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ നമുക്ക് കർവ്ഡ് ആരോ ഫോർമാലിസം നോക്കാം. അതേപോലെ വേറൊരു റെസൊനേറ്റിംഗ് സ്ട്രക്ചറാണ് COO-. ഇതിനെ അസറ്റേറ്റ് അയോൺ എന്നാ പറയുക. അസറ്റിക് ആസിഡിൽ നിന്നുണ്ടായ അയോണാണ്. ഇതിനും റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് നമുക്ക് വരയ്ക്കാൻ, നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു ബോണ്ട് എന്ന് പറയുന്നത് 2 ഇലക്ട്രോണാണ്, ഒരു നെഗറ്റീവ് ചാർജ് റെപ്രസെൻറ്റ് ചെയ്യുന്നതും 2 ഇലക്ട്രോണാണ്. സോ ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ അല്ല കേട്ടോ, ഡബിൾ ഹെഡഡ് ഇത് കൊടുക്കണേ. CH3 C. ഈ സിംഗിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഇത് ഇങ്ങോട്ടേക്ക് പോയി പറഞ്ഞു വെച്ചാൽ ഇത് നെഗറ്റീവ് ചാർജ് വരും. ആൻഡ് ഇവിടെ O- ഇങ്ങോട്ട് പോയി പറഞ്ഞാൽ ഇവിടെ പുതിയൊരു ബോണ്ട് വരും. ഓക്കെ, അപ്പോൾ മൈനസ് ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. ബോണ്ട് ഒരറ്റത്തിലേക്ക് പോയാൽ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ദെൻ ഒരു നെഗറ്റീവ് എന്നുള്ള ചാർജ് എന്ന് പറയുന്നത് 2 ഇലക്ട്രോണാണ്. പക്ഷേ 2 ഇലക്ട്രോൺ ആണെങ്കിൽ 2 നെഗറ്റീവ് വരണ്ടേ? പിന്നെ എന്താ ഇവിടെ ഒരു നെഗറ്റീവ് വരാനുള്ള കാരണം? എക്സാമ്പിൾ നമ്മൾ HBr എടുത്ത് നോക്കുക. HBrൽ ഈ ബോണ്ട് എങ്ങനെ ഉണ്ടായിരിക്കുന്നു? ഒന്ന് ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ, ഒന്ന് ബ്രോമിൻ്റെ ഇലക്ട്രോൺ അല്ലേ. സോ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇലക്ട്രോണും കൂടി ഇങ്ങോട്ടേക്ക് പോവുകയാണ്. സോ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ 2 ഇലക്ട്രോണും കൂടി പോയാൽ പറഞ്ഞാൽ ഇത് ഹൈഡ്രജൻ്റെ ഇലക്ട്രോണാണ്. ഈ ഇലക്ട്രോണിലെ അത് പോയി കഴിഞ്ഞാൽ ഹൈഡ്രജന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. പ്ലസ് ഈ 2 ഇലക്ട്രോണും കൂടിയും ബ്രോമിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതിൽ 2 ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോൺ ഓൾറെഡി ബ്രോമിൻ്റെ ആണ്. ദെൻ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ അല്ലേ കിട്ടുന്നത്, അതുകൊണ്ടാണ് Br- എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ മൈനസ് ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും 2 ഇലക്ട്രോണിനെയാണ്. അതിൽ ഇത് ഒന്ന് ബ്രോമിൻ്റെ തന്നെയാണ്, ഒന്നാണ് എക്സ്ട്രാ കിട്ടിയത്, അതുകൊണ്ടാണ് ഒരു മൈനസ് എഴുതുന്നത്. പക്ഷേ ഒരു മൈനസ് ചാർജിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അത് 2 ഇലക്ട്രോൺ ആയിരിക്കും. ഓക്കെ, സോ വിത്ത് യൂസിങ് കർവ്ഡ് ആരോ ഫോർമാലിസം വി ക്യാൻ റെപ്രസെൻറ്റ് ദ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. ആൻഡ് ഓൾസോ വി ക്യാൻ റെപ്രസെൻറ്റ് ദ റിയാക്ഷൻ മെക്കാനിസം. റിയാക്ഷൻ്റെ മെക്കാനിസം റെപ്രസെൻറ്റ് ചെയ്യാനും നമ്മൾ ഈ കർവ്ഡ് ആരോ നൊട്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ CH3 CH ഡബിൾ ബോണ്ട് CH3 ഈ ഒരു കോമ്പൗണ്ട് HBr-ആയിട്ട് റിയാക്ട് ചെയ്യാൻ വിചാരിച്ചോളൂ. ഈ റിയാക്ഷനെ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ഈ ബോണ്ട് പോയിട്ട് ഇങ്ങോട്ടേക്ക് പോകും. ഒരു ആരോ ഇങ്ങോട്ട് വന്നു വെച്ചാൽ ഇത് നേരെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ എഴുതാം? നമുക്ക്
CH3 CH ഈ ബോണ്ട് ഉപയോഗിച്ച് ഈ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തു. അതായത് ഈ CH എന്തായി മാറി, ഈ CHൻ്റെ അടുത്തൊരു ഹൈഡ്രജൻ ഇവിടെ കോമ്പിനേഷൻ നടന്നു. ദെൻ CH3 പ്ലസ് ഇത് ഈ 2 ഇലക്ട്രോൺ BRൻ്റെ അടുത്തേക്ക് പോയാൽ BR മൈനസ് ആയി മാറി. ദെൻ നോക്കൂ, ഇവിടുന്ന് ഈ 2 ഇലക്ട്രോൺ പോയി പറഞ്ഞാൽ ഈ കാർബണിന് 1 ഇലക്ട്രോണെ നഷ്ടമായി അല്ലേ, അപ്പോൾ അവിടെ ഒരു പ്ലസ് ചാർജ്. സോ ഇങ്ങനെ റിയാക്ഷൻ മെക്കാനിസം എഴുതാനും നമ്മൾ കർവ്ഡ് ആരോ നൊട്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. കർവ്ഡ് ആരോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൂവ്മെൻറ്റ് ഓഫ് 2 ഇലക്ട്രോൺ ആണ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ടെയിലായിരിക്കണം, എവിടെ എൻഡ് ചെയ്യുന്നത് ഹെഡായിരിക്കും. പിന്നെ നിങ്ങളിങ്ങനെ വരച്ച് നമുക്ക് പഠിക്കാം. സോ ഇത് ഫുൾ ഹെഡ് ആരോ ആണ്. ഇത് നമുക്ക് സിംഗിൾ ഹെഡഡ് ആരോയിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ CH3Cl മീഥൈൽ ക്ലോറൈഡ്, അത് സിംഗിൾ ഹെഡഡ് ആരോ വയ്ക്കുമ്പോൾ നമുക്ക് ഇത് 1 ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോയി, 1 ഇലക്ട്രോൺ കാർബണിലേക്ക് പോയി. അതാണ് ഒരൊറ്റ ഹെഡ്, ഹാഫ് ഹെഡാണ് കേട്ടോ, സിംഗിൾ ഹെഡല്ല, ഹാഫ് ഹെഡ്. സോ ഈ CH3 ഡോട്ട്, കാരണം ഇത് 2 ഇലക്ട്രോൺ അല്ലേ, പ്ലസ് Cl ഡോട്ട് എന്ന് വരും. സോ ഇത്രയാണുള്ളത് കർവ്ഡ് ആരോ നൊട്ടേഷൻ. ഇത്രയും കാര്യങ്ങൾ, ഇത് നമ്മൾ ഇത്രയും വരെ പഠിച്ചത് ഫണ്ടമെൻ്റൽ തിങ്സ് റിഗാർഡിങ് ദിസ് ഓർഗാനിക് കെമിസ്ട്രിയാണ്. സോ ടുഡേ സ്റ്റാർട്ടഡ് വിത്ത് ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഇൻ്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഹാവിംഗ് സെയിം ഓർ കമ്പാരബിൾ എനർജി ടു ഫോം നോ ഹൈബ്രിഡ് ഓർബിറ്റൽ ഹാവിംഗ് സെയിം സൈസ്, ഷേപ്പ് ആൻഡ് എനർജി. Sp3 പറഞ്ഞാൽ ഒരു എസും 3 Pയും കമ്പൈൻ ചെയ്ത് Sp3 വരും. അത് എങ്ങനെ ഓറിയൻറ്റ് ചെയ്യുക, ടെട്രാഹൈഡ്രലിയാണ് ഓറിയൻറ്റ് ചെയ്യുക. ആംഗിൾ 109-28 ഡിഗ്രി ആണ്. ആൻഡ് എക്സാമ്പിൾ മീത്തൈൻ ആണ്. Sp2 പറഞ്ഞാൽ ഒരു എസും 2 Pയും, അപ്പോൾ ഒരു അൺഹൈബ്രിഡൈസ് പി സെറ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിൽ നിൽക്കും. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ആൽക്കീൻ സിസ്റ്റമാണ്. ആ അൺഹൈബ്രിഡൈസ്ഡ് ആയത് കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് ആൽക്കീൻസ്. ദെൻ Sp ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു എസും 1 Pയും മാത്രമാണ് കമ്പൈൻ ചെയ്യുന്നത്, ബാക്കിയുള്ളവരെല്ലാം അൺഹൈബ്രിഡൈസ്ഡ് ആയി നിൽക്കും. എക്സാമ്പിൾസ് ആൽക്കൈൻ ഫാമിലീസ്. C ട്രിപ്പിൾ ബോണ്ടഡ് സിസ്റ്റം വരുമ്പോൾ C ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്മ ഉണ്ടായിരിക്കും, 2 പൈയും ഉണ്ടായിരിക്കും അല്ലേ. ഇത് നിങ്ങൾ തനിയെ ചെയ്യൂ. ദെൻ സിംഗിൾ ബോണ്ടഡ് എന്ന് പറയുമ്പോൾ 1.54 ആങ്സ്ട്ര ആയിരിക്കും. ഡബിൾ ബോണ്ട് 1.34 ആണ്, ട്രിപ്പിൾ ബോണ്ട് 1.2 ആണ്. ദെൻ നമ്മൾ നൊട്ടേഷൻസ് പഠിച്ചു, കർവ്ഡ് ആരോ നൊട്ടേഷൻ പഠിച്ചു. ഒരു ആരോ വെച്ചിട്ടാണ് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് 2 ഇലക്ട്രോൺ മൂവ്മെൻറ്റ്. ഇങ്ങനെ ഹാഫ് ഹെഡ് ആണെങ്കിൽ 1 ഇലക്ട്രോൺ മൂവ്മെൻ്റ് ആണ്. ദെൻ ഒരു നെഗറ്റീവ് ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 2 ഇലക്ട്രോൺ ആണ്. അതിൽ ഒരു നെഗറ്റീവ് ചാർജ് വരാനുള്ള കാരണം ഒന്ന് അതിൻ്റെ ഇലക്ട്രോൺ ആണ്, മറ്റത് എക്സ്ട്രാ കിട്ടിയതായതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് ചാർജ് വെച്ച് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇങ്ങനെ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് അത് മാറ്റിയിട്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ബോണ്ട് വരയ്ക്കണം. ദെൻ ഇവിടെ നിന്ന് ആറ്റത്തിലേക്കാണ് കൊടുക്കണമെങ്കിൽ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കൂ, ഇവിടെ ഉണ്ട്, ഇതിൽ നിന്ന് ഞാനിങ്ങനെ ഇതിലേക്കാണ് കാർബണിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് നടേണ്ടത്. കാരണം ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ആറ്റത്തിലേക്ക് വന്നു നെഗറ്റീവ്, അതാ ഇവിടെ വന്നില്ലേ, ഇതാ ഈ ബോണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഇട്ടു. ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കും. സോ പിന്നെ സിംഗിൾ ആണെങ്കിൽ ഒരു ഹാഫ് ആണെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരൊറ്റ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഓക്കെ.